അതെ, ഇതൊരു ആശ്രമമാണ്. ഇതിനകത്ത് ഇയാളെ പോലൊരു ഔട്ട്സൈഡർ കയറി തന്നെ തെറ്റ്. എന്നിട്ട് ഇതുപോലെ അക്രമം കാണിച്ചു വെച്ചിരിക്കുന്നല്ലേ? ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ആദ്യം സ്വാമി സ്വരൂപാനന്ദ, രണ്ടാമതായി പോലീസ്. രണ്ടും അകത്തു പോകാൻ തയ്യാറായിക്കോ. ശരിയാക്കി തരാൻ കണ്ടിരുന്നു. ഉപേന്ദ്രനല്ലവനാ. എന്നെ അവനെ ചികിത്സക്കായിട്ട് മലേഷ്യക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ്. നല്ലവനാ ഉപേന്ദ്രൻ. എന്റെ അനിയൻ ശുദ്ധനാ. സഹോദര സ്നേഹം കാരണം ചേട്ടന് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്താലും മതിയാവില്ല എന്നുള്ള മാനസികാവസ്ഥയെ നിക്ക പുന്നാരനിയൻ. ചികിത്സക്കായിട്ട് മലേഷ്യക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ്. ആ അത് ശരി. ഇതിനിടയിൽ അങ്ങനെ ഒരു മോഹന വാഗ്ദാനം കൂടി നൽകിയല്ലേ? അല്ലാതെ പിന്നെ ഒപ്പിടിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് നഷ്ടപ്പെട്ടതല്ല ഞാൻ തിരിച്ചു വാങ്ങിച്ചു. ആ വീടും പറമ്പും ഒരിക്കൽ കൂടി എന്റെ കയ്യിലേക്ക് തിരിച്ചു വന്നിരിക്കുക. ഓ അത് ശരി. ഇതെങ്ങനെ ഒപ്പിച്ചു? മലേഷ്യയെ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പേപ്പറാണിതെന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഒപ്പിട്ട് തന്നു. മണ്ടൻ. ഉപേന്ദ്ര, നീ എന്റെ അനിയനാടാ. എങ്ങനുണ്ട്? എന്റെ പൊന്നനിയനാ. അതിലൊന്നും ഒരു സംശയവും വേണ്ട ഏട്ടാ. ഞാൻ ഏട്ടന്റെ പൊന്നു തന്നെയാ, ഏട്ടന്റെ സ്വന്തം ചോര. പക്ഷേ ഈ അനിയന്റെ ബുദ്ധിക്കൊപ്പം ഏട്ടന്റെ ബുദ്ധി വളർന്നിട്ടില്ല. പാവം ഏട്ടൻ. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ വന്ന് കിടക്കേണ്ടി വന്നത്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കളക്ടർക്ക് മുന്നിലേക്ക് ചെല്ലണം. കൊട്ടയം വടിയെടുത്ത് വീണ്ടും തെരുവിലേക്ക് ഇറങ്ങാറായി എന്ന് പറയണം. അപ്പൊ അവളുടെ ചോര വാർന്ന മുഖം ക്ലോസപ്പ് ഷോട്ടിൽ ഒന്ന് അടുത്ത് കാണണം. പറ്റുമെങ്കിൽ അതൊന്ന് മൊബൈൽ ക്യാമറയിലാക്കി വെക്കണം. വല്ലാതെ സങ്കടം വരുമ്പോഴേ മനസ്സിന് സന്തോഷം നൽകാൻ ആ ചിത്രം എന്തായാലും ഉപകരിക്കും. ബുദ്ധി അവൾക്ക് മാത്രമല്ല നമുക്കുണ്ടെന്ന് അവളൊന്ന് മനസ്സിലാക്കട്ടെ. അന്ന് അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ പേരിലേക്ക് എഴുതി തരാതെ രാഘവൻ നായരുടെ പേരിലേക്ക് എഴുതി കൊടുക്കുമ്പോ ഉപേന്ദ്രൻ മനസ്സിൽ കുറിച്ചിട്ടതാ ഇങ്ങനെ ഒരു തിരിച്ചെഴുത്ത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഇതുവരെ. ഇന്ന് ഈ ഡോക്യുമെന്റ് കയ്യിലിരിക്കുമ്പോ ലോകം മുഴുവൻ കീഴടക്കിയ ഗമയാ. മനോഹരമായൊരു പ്രതികാരത്തിന്റെ വിജയവും. ഇത് ഞാൻ ശരിക്കും ഒന്ന് ആസ്വദിക്കുക. രണ്ടും കൂടി ആ പാവപ്പെട്ടവനെ കൊന്നെന്ന് തോന്നുന്നു. ഇല്ല, എനക്കൊന്നും കാണുന്നില്ല. എന്തായാലും കയറി സാക്ഷിയായിട്ട് ഇടപെട്ടേക്കാം. അങ്ങനെ എല്ലാം നടന്നു. നീ എന്താ ഇവിടെ? അത് ശരി, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ എന്താ ഇവിടെ എന്നാ? ഇത് ഞാൻ തിരിച്ച് അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ? അതെന്തൊരു വർത്താനം? അല്ല അല്ല, രണ്ടുപേരും കൂടെ പാവത്തിനെ കൊന്നാ? ഭാഗ്യം, ജീവനുണ്ട്. ചാരായം കൊടുത്താ? കൊടുത്താ? അതെ, ഇതൊരു ആശ്രമമാണ്. ഇതിനകത്ത് ഇയാളെ പോലൊരു ഔട്ട്സൈഡർ കയറി തന്നെ തെറ്റ്. എന്നിട്ട് ഇതുപോലെ അക്രമം കാണിച്ചു വെച്ചിരിക്കുന്നല്ലേ? ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ആദ്യം സ്വാമി സ്വരൂപാനന്ദ, രണ്ടാമതായി പോലീസ്. രണ്ടും അകത്തു പോകാൻ തയ്യാറായിക്കോ. ശരിയാക്കി തരാൻ കണ്ടിരുന്നു.
അയ്യോ കൊന്നോ? ചത്ത കുഴിച്ചിടാം രണ്ടിനെ ഒരുമിച്ച്. സത്യാമ്മ ഇത് കണ്ടോ? ഞങ്ങളാ ജയിച്ചേ. അമ്മേ വാ. സത്യാമ്മേ ഇത് കണ്ടോ? ഞങ്ങൾക്ക് കിട്ടിയ ട്രോഫിയാ. ശിവനെങ്കിൽ എല്ലാത്തിലും ഫസ്റ്റാ. ഓട്ടത്തിനും ചാട്ടത്തിനും എല്ലാത്തിനും ഫസ്റ്റാ. എങ്ങനെയുണ്ട് സത്യാമ്മേ? സൂപ്പർ അല്ലേ? നമുക്കിത് ഷോക്കേസിൽ കൊണ്ടുവയ്ക്കാം അല്ലേ സത്യാമ്മേ? മക്കൾ അകത്ത് കൊണ്ടുപോയേ എവിടെയാ ഇഷ്ടം വെച്ചാ അവിടെ വെച്ചോ. ചെല്. വാ മപ്പി, ഇത് നമുക്ക് അച്ഛനെ കാണിക്കാം. ആ അത് ശരിയാ. അച്ഛനത് കാണുമ്പോ വലിയ സന്തോഷാവും. അച്ഛനെ വിഷ്ണു തന്നെ ജയിച്ചു നമുക്കങ്ങ് പറയാം. അത് ശരിയാ, വാ. ഒന്ന് നിന്നേ. നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് ഞാൻ ചിലതൊക്കെ കേട്ടു. ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം, എന്നാലും ചോദിക്കുക. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ശാലിനി, നിനക്ക് എങ്ങനെ എന്റെ മകനെ മറക്കാൻ തോന്നുന്നു? പൊന്നുപോലല്ലേ അവൻ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്? സ്നേഹത്തോടല്ലാതെ ഇന്നുവരെ നിന്നോട് അവൻ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടും നീ അവനെ... സത്യമേ ഞാൻ എന്റെ മകന്റെ സ്ഥാനത്താ ഞാൻ നിന്നെ കണ്ടിരുന്നത്. നിന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ചതി ഒളിഞ്ഞിരിക്കുന്നു ഞാൻ അറിഞ്ഞില്ലല്ലോടാ. ഇതിനായിരുന്നോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നത്? ഇങ്ങനെ ഞങ്ങളെ വഞ്ചിക്കാനായിരുന്നോ പുറമെ ചിരിച്ചോണ്ട് ഞങ്ങൾക്കൊപ്പം നിന്നത്? ഞാൻ നിന്നെ പ്രാകാത്തതേ അത്രയധികം സ്നേഹം എന്റെ ഉള്ളിൽ നിന്നോടുള്ളത് കൊണ്ടാ. പൊയ്ക്കോ എന്റെ മുന്നീന്ന്.